അപ്പോൾ ഞാനിന്ന് പുറത്ത് പോകാൻ പോവുകയാണ്. എൻ്റെ ബാഗൊക്കെ റെഡി ഉണ്ട്. പിന്നെ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നത്. ഡ്രസ്സൊക്കെ ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. എന്താദ്യം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഫേസിലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഹെയർക്ക് പോകും. ഓക്കെ, ക്ലിയർ ഇല്ല ഗൈസ്, ചെറിയ ക്ലിയർ ഉള്ളൂ. എൻ്റെ ഫേസ് പെയിനാണ് നമുക്ക് ഒരു ക്രീം യൂസ് ചെയ്യാം. ഇതിൽ നല്ലൊരു ക്രീമാണ്. പവർഫുള്ളൊക്കെ അവൈലബിളാണ്, കോട്ടക്കൽ പവർഫുള്ള്. ഇത് നമ്മൾ കളറ് മാറുന്ന ഇതില്ലേ, കളർ മാറുന്ന ഫേസ് അത് മാറാണ്. പക്ഷേ ഇത് ലിക്വിഡ് അല്ല. ഞാൻ കാണിച്ചുതരാം. ഇതൊരു വൈറ്റ് പേഴ്ഷ്യലല്ലേ, ഇതൊരു വൈറ്റ് കളറാണ്. കൊണ്ട് കളർ മാറിയത് വീഡിയോയിൽ അറിയുന്നില്ല കേട്ടോ. കണ്ടോ, നമ്മളെ ഫേസിന് അട്രാക്റ്റ് ആയിട്ടുള്ള ഒരു കളറായി വന്നു. ഞാൻ ഡിഫറൻസ് കാണിച്ചു തരാണ്. അതാണ് ഈ ഒരു സൈഡിൽ മാത്രം ഇടുന്നത്. കണ്ടോ, ഇതുള്ള ഡിഫറൻസ് ഉണ്ട്. ഇത് കുറച്ച് ഗ്ലോയിങ് ആയിട്ട് സ്റ്റിക്കല്ല കേട്ടോ, ഇത് സ്റ്റിക്കല്ല, നല്ലൊരു സംഭവമാണ്. ഇവിടെ ചെയ്യാം. ഞാൻ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. അതിനോട്ടുള്ളൊരു മാപ്പാണിത്. ഓക്കെ, സോ ഗുഡ്. യാ, ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് പൗഡർ ഇടുക. ഈ പൗഡറും എനിക്കിഷ്ടപ്പെട്ടൊരു പൗഡറാണ്. യാർഡ്ലി എന്ന് പറഞ്ഞാൽ നല്ലൊരു ലാവൻഡർ സ്മെല്ലൊക്കെ ഉണ്ട്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കിടക്കുന്ന സ്നോമാനെ ഞാൻ ഒട്ടിച്ചതാണ്, കവായി സ്റ്റിക്കർ. അങ്ങനത്തെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഫേസിൽ കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. കാരണം ഈ ക്രീം തേച്ചാൽ പൗഡറൊക്കെ കുറച്ച് മതി, അല്ലെങ്കിൽ നമ്മുടെ മുഖം ഉണ്ടല്ലോ കുത്തി അടിച്ച മാതിരിയാകും. കുറച്ച് പൗഡർ ഇട്ടാൽ അപ്പോൾ റെഡി.